നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. സ്നേഹിക്കുന്ന ആൾ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്നും ഒന്നിന്റെയും പേരിൽ ചതിക്കില്ല എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തകർന്നു പോകുന്നത് ആ ബന്ധമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച മനുഷ്യന്റെ ഹൃദയമാണ്. നടിയും മോഡലുമായ അനുപമ പരമേശ്വരന്റെ വേദന നിറഞ്ഞ ജീവിത കഥകളിലേക്കും ധ്രുവ് വിക്രമിന്റെ ആരുമറിയാത്ത സ്വഭാവ സവിശേഷതകളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. വ്യത്യസ്തയായ ഒരു അനുപമ പരമേശ്വരനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ തമിഴ്, തെലുങ്ക് സോഷ്യൽ മീഡിയകളിൽ മലയാളത്തിലേക്കാൾ ഏറെ അനുപമ പരമേശ്വരനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സാധാരണ പെൺകുട്ടികൾ വിവാഹ ബന്ധം വേർപെട്ട് കഴിയുമ്പോഴാണ് ഭർത്താവിന്റെ മോശ സ്വഭാവത്തെ പറ്റിയും ക്രൂരകൃത്യങ്ങളെ പറ്റിയുമൊക്കെ കൂടുതലായി പുറത്തു പറയാറുള്ളത്. എന്നാൽ ഇവിടെ വിവാഹമെന്ന കരാറിൽ ഏർപ്പെടാതെ പ്രേമവും ലിവിംഗ് ടുഗദറുമായൊക്കെ ജീവിതം തുടരവേ പങ്കാളിയിൽ നിന്നും താൻ അനുഭവിക്കേണ്ടി വന്ന ദുരിതം പേറുന്ന കഥകളുമായി എത്തിയിരിക്കുകയാണ് അനുപമ പരമേശ്വരൻ. 2 വർഷത്തോളം തുടർന്ന പ്രണയവും ജീവിതവും എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ടാണ് അവരുടെ നൊമ്പരമുണർത്തുന്ന അനുഭവ കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലൂടെയാണ് അനുപമ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. പ്രേമത്തിലെ മേരി എന്ന കഥാപാത്രത്തെ ആ സിനിമ കണ്ടവരാരും ഒരിക്കലും മറക്കില്ല. മലയാളത്തെക്കാൾ ഏറെ പേരും പ്രശസ്തിയും അവർ നേടിയെടുത്തത് തമിഴിലും തെലുങ്കിലുമൊക്കെയാണ്. തമിഴിലെ സൂപ്പർ നായകനായ വിക്രമിന്റെ മകൻ ധ്രുവ് വിക്രം നായകനായി അഭിനയിച്ച ചിത്രമാണ് ബൈസൺ കാലമാടൻ. ഈ ചിത്രത്തിൽ നായികയായി എത്തിയത് അനുപമ പരമേശ്വരനാണ്. പ്രശസ്ത സംവിധായകനായ മാരി സെൽവരാജാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ഈ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഇവർ തമ്മിൽ അടുക്കുന്നതും പ്രണയം മൊട്ടിടുന്നതും. ഇവരുടെ പ്രണയം പൊതു ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രണയമായിരുന്നു. സ്റ്റൈൽ ആൻഡ് ലുക്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നാം ഒക്കെ കണ്ടിരുന്നല്ലോ. സത്യത്തിൽ കാഴ്ചയിൽ അവർ നല്ല പൊരുത്തമുള്ള ജോഡികളായിരുന്നു. ലുക്കിൽ ഒരു കാര്യവുമില്ലെന്ന് അനുപമയുടെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ അവസ്ഥയിലൂടെയൊക്കെ നമ്മളിൽ പലരും കടന്നുപോയിട്ടുമുണ്ട്. എന്നാൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ ഗ്രന്ഥി പുറത്തേക്ക് തള്ളി വന്നു, അത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി അനുഭവിച്ച വേദനയുടെ ആഴം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഭർത്താവിന്റെ ആയാലും കാമുകന്റെ ആയാലും സ്വഭാവ വൈകൃതങ്ങൾക്ക് പണ്ടാണെങ്കിൽ മർദ്ദനമെന്നും പീഡനമെന്നും ഒക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ കാലം പുരോഗമിച്ചപ്പോൾ പുതുതലമുറ ഇതിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് വേർതിരിച്ചനുഭവിക്കുന്നതിനെ ട്രോമ, ഡിപ്രഷൻ, ടോക്സിക് റിലേഷൻ, നാർസിസ്റ്റിക് ബിഹേവിയർ എന്നൊക്കെ പേരുകളിലാണ് പറയപ്പെടുന്നത്. ഇവിടെ അനുപമയുടെ കാമുകന്റെ കാര്യത്തിൽ നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആളാണെന്നാണ് പറയപ്പെടുന്നത്. സ്വന്തം പിതാവ് അഭിനയിച്ച് കയ്യടി നേടിയ ഒരു കഥാപാത്രം മകന്റെ സ്വഭാവത്തെയും ജീവിതത്തെയും സ്വാധീനിക്കുക എന്നത് അപൂർവമായ ഒരു കാര്യമാണ്. അനുപമ പറയുന്നു, അന്യൻ സിനിമയിലെ കഥാപാത്രത്തെ പോലെ അയാൾ മാറുമായിരുന്നു. ചിലപ്പോൾ അന്യനാകും, ചിലപ്പോൾ റമോ ആകും, മറ്റു ചിലപ്പോൾ അമ്പിയാകും. റമോ ആകുമ്പോൾ ആൾ കൂടുതൽ റൊമാൻറ്റിക് ആയിരിക്കും. ഡ്രസ്സിനെയും സൗന്ദര്യത്തിനെയും ഒക്കെ പുകഴ്ത്തി സ്നേഹം കൊണ്ട് നമ്മെ വീർപ്പുമുട്ടിക്കും. നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്നും നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും. എന്നാൽ അന്യനാകുമ്പോൾ നിന്നെ എന്തിനു കൊള്ളാം, നീ പരമ ബോറാണ്, നിന്നെ ഞാൻ വെറുക്കുന്നു, മേലാൽ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വയലന്റ് ആകും. എന്നാൽ അമ്പിയാകുമ്പോൾ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞ് പഞ്ചപാവമാകും, കാല് പിടിച്ച് കേണപേക്ഷിക്കും. അങ്ങനെ ഇത്തരം സ്വഭാവങ്ങൾ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പവും ഇഷ്ടവും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ 3 മാസത്തിനുള്ളിൽ വിവാഹ നിശ്ചയം നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അയാളുടെ ഇത്തരം സ്വഭാവങ്ങൾ കണ്ട് ഭയം തോന്നിയപ്പോൾ ഞാൻ തന്നെയാണ് പല കാരണങ്ങൾ പറഞ്ഞ് ഈ വിവാഹ നിശ്ചയം നീട്ടിക്കൊണ്ടുപോയത്. വിവാഹം നടന്നിരുന്നുവെങ്കിൽ റെസ്റ്റ് ഇൻ പീസ് എന്ന ബോർഡ് ശവക്കല്ലറയിൽ വെക്കേണ്ടി വന്നേനെ എന്നും അവർ പറയുന്നുണ്ട്. ധ്രുവ് വിക്രമിന്റെ അമ്മ ശൈലജ മലയാളിയാണ്. ശൈലജയും വിക്രമും തമ്മിലുള്ള വിവാഹവും പ്രണയ വിവാഹമായിരുന്നു. അവർക്ക് ധ്രുവ് കൂടാതെ ഒരു മകൾ കൂടിയുണ്ട്. മകൾ അക്ഷിതയെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് കരുണാനിധിയുടെ മൂത്ത മകനായ മുത്തുവിന്റെ കൊച്ചുമകനെ കൊണ്ടാണ്. അതുവഴി ഈ കുടുംബത്തിനും വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്.
ഉണ്ടായി. ചില തമിഴ് ചാനലുകളിൽ ചിലർ പറയുന്നത് കേട്ടു, ഇത്രയും നാൾ ഈ 2 വർഷക്കാലം അനുപമ ഒന്നും തുറന്നു പറയാതിരുന്നതിന്റെ കാരണം അന്ന് ഭരണത്തിലിരുന്ന DMK ഭയന്നിട്ടാണെന്ന്. അന്ന് അങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നുവെങ്കിൽ അനുപമയ്ക്ക് സിനിമയിൽ നിന്നു മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് പോലും എന്നേക്കുമായി ഗുഡ് ബൈ പറയേണ്ടതായി വന്നേനെ. ഇതൊക്കെ തമിഴ് ചാനലുകളിൽ വന്ന വാർത്തകളാണ്. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. എന്തായാലും കൊള്ളാം, അനുപമ ഇപ്പോൾ മാതൃകാപരമായ തീരുമാനമെടുത്ത് സർവ്വധൈര്യവും സംഭരിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ വന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ അകപ്പെടുന്ന പെൺകുട്ടികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. തന്റെ അനുഭവം മറ്റുള്ളവർക്കൊരു പാഠമാകട്ടെ എന്ന് അനുപമ കരുതിയിട്ടുണ്ടാകാം. തന്റെ പ്രണയകാലത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് അനുപമ വിവരിക്കുന്നത് താനൊരു അഭിനേതാവും ആത്മവിശ്വാസമുള്ള സ്ത്രീയാണെന്നതിൽ ലജ്ജ തോന്നിയ സമയമായിരുന്നു അതെന്ന്. ഒരു കാലത്ത് 11 കുട്ടികൾ വരെ വേണമെന്ന് സ്വപ്നം കണ്ട എനിക്ക് ഒരു കുട്ടി പോലും വേണ്ട എന്നുള്ള ചിന്തയിലെത്തി. ധ്രുവ് തന്നെ നിരന്തരമായി അധിക്ഷേപിച്ചിരുന്നു. അതുമൂലമുണ്ടായ മാനസിക സമ്മർദ്ദത്തിൽ തന്റെ ആരോഗ്യസ്ഥിതി മോശമായെന്നും 2 വർഷമായി താൻ നാർസിസ്റ്റിക് അബ്യൂസ് നേരിടുകയായിരുന്നുവെന്നും അനുപമ പറയുന്നുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന സ്വഭാവമുള്ളവരെ പെട്ടെന്നാർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഇവർ വീട്ടിലും പൊതുവിടങ്ങളിലും വളരെ മാന്യതയോടെയും മറ്റുള്ളവരുടെ ആരാധനയും ബഹുമാനവും പിടിച്ചു പറ്റുന്ന രീതിയിലായിരിക്കും ഇടപെടുക. ഇക്കൂട്ടർ ഇവരുടെ സ്വഭാവ വൈകല്യങ്ങളെ പ്രകടിപ്പിക്കാനായി ഒരു ഇരയെ തേടുന്നത് നല്ല പെരുമാറ്റത്തിലൂടെ മാത്രമാണ്. ശുദ്ധഗതിക്കാരായ പെൺകുട്ടികൾ അവർ തന്ത്രപൂർവം ഒരുക്കുന്ന കെണിയിൽ അറിയാതെ അകപ്പെടുകയും ചെയ്യും. ഇവിടെ അനുപമ പരമേശ്വരനും സംഭവിച്ചത് അത് തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അസുഖമാണിത്. ഇവിടെ ധ്രുവിന്റെ അമ്മ ഒരു മനോരോഗ വിദഗ്ധയാണ്. മകന്റെ ഈ മാനസികാവസ്ഥ അനുപമയുടെ വെളിപ്പെടുത്തലോടുകൂടി ഈ മാതാവും അറിഞ്ഞു കാണുമല്ലോ. ഇത് വെറും ഒരു ആരോപണമെന്ന് വിശ്വസിച്ച് തള്ളിക്കളയാതെ കൗൺസിലിംഗിലൂടെയും ചികിത്സയിലൂടെയും ഒക്കെ ഈ അവസ്ഥയിൽ നിന്നും തങ്ങളുടെ മകനെ രക്ഷിച്ചെടുക്കാൻ ആ അമ്മ ശ്രമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. രോഗം ഒരു കുറ്റമൊന്നുമല്ല. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാനാണ് ശ്രമിക്കേണ്ടത്. മലയാളികൾ എന്നും ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ചേർത്ത് നിർത്തിയ നടനാണ് ധ്രുവിന്റെ പിതാവായ ചിയാങ് വിക്രം. മലയാള സിനിമയിലൂടെയും മറ്റും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് കഴിവ് തെളിയിച്ച് ഉന്നതിയിലെത്തിയ നടനാണ് വിക്രം. താൻ ഏറെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന തന്റെ പുത്രൻ പൊതുസമൂഹത്തിന്റെ മുൻപിൽ അപഹാസ്യ കഥാപാത്രമായി ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ ആ പിതാവിന്റെയും വേദനകൾ എത്രത്തോളം ആകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നാൽ അനുപമ അനുഭവിച്ച വേദനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിക്രമിന്റെ വേദന നമുക്ക് തള്ളിക്കളയേണ്ടതായി വരും. അനുപമ പറയുന്നു, ഞാനൊരു ഇരയല്ല, ഞാനൊരു അതിജീവിതയാണെന്ന്. കാരണം ഞാൻ അതിനെ അതിജീവിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഇവിടെ ഒരു ചോദ്യം ബാക്കിയാണ്. പ്രണയബന്ധത്തിലുണ്ടായ ക്രൂരതകളും മനോവിഷമങ്ങളും 2 വർഷം സഹിച്ച് അത് നിലനിർത്താൻ ശ്രമിച്ചതിന്റെ ചേതോവികാരമാണ് മനസ്സിലാകാത്തത്. പെട്ടുപോയി എന്ന് മനസ്സിലാക്കിയാൽ കഴിവും ബുദ്ധിയുമുള്ള പെൺകുട്ടികൾ പരീക്ഷണങ്ങൾക്ക് നിന്നുകൊടുക്കാതെ അതിൽ നിന്നും രക്ഷപ്പെടുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അതെന്താണ് ചെയ്യാതിരുന്നത് എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. എന്തായാലും എല്ലാം ഒന്ന് അവസാനിച്ച് കിട്ടിയതിൽ അനുപമയ്ക്ക് സന്തോഷിക്കാം. ജീവിതത്തിലും കരിയറിലും ഇനി നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ധ്രുവിന്റെ മനസ്സിലെ ഇരുട്ടകന്ന് ഒരു പുതുവെളിച്ചമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.